തെരഞ്ഞെടുപ്പ് കാലമായതോടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് സ്ഥാനാർത്ഥികളുടെ ഒഴുക്കാണ്. കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികൾ പോലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് പുതുപ്പള്ളി പള്ളിയിലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കല്ലറ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലാത്തവരും സ്ഥാനാർത്ഥികളാവുന്നവരൊക്കെ തന്നെ എത്തുകയാണ്. അവിടെ എത്തി മെഴുകുതിരി കത്തിച്ചും പുഷ്പം വെച്ചും ഒക്കെ അനുഗ്രഹം വാങ്ങാനായിട്ട് നിരവധി പേരാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ LDF സ്ഥാനാർത്ഥികൾ പോലും, അതായത് കേരള കോൺഗ്രസ് എമ്മിലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അതിരമ്പുഴ ഡിവിഷനിൽ മത്സരിക്കുന്ന ജിം അലക്സ് അടക്കമുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തുകയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം മടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സ്കൂട്ടനിയാണ്. അപ്പോൾ അതിനു മുമ്പായി സ്കൂട്ടനിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പോലും ഇവിടേക്ക് എത്തുന്ന ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികൾ പോലും എത്തുന്നുണ്ടെന്നാണ്. നമ്മൾ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നുണ്ടോ? എവിടെയാണ് മത്സരിക്കുന്നത്? വിജയപുരം പഞ്ചായത്ത്. ഇപ്പോൾ സാറിനെ ഒന്ന് കണ്ടിരിക്കുവാൻ? അതെ. ഞാൻ ഉച്ചയ്ക്കാണ് 2 മണിക്കാണ് സ്കൂട്ടിന് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് പോകാൻ. അനുഗ്രഹം തേടി വന്നതായിരുന്നു മത്സരം. ഞാൻ പുതുപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡ്. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. അപ്പോൾ സാറിൻ്റെ സാറിനെ നമ്മളും ദിവസവും വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ അദൃശ്യ ശക്തി നമ്മുടെ ഒപ്പമുണ്ട്. അതാണ് നമുക്ക് പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ പ്രാവശ്യം കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം ഒരു തർക്കവുമില്ലാതെ 19 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു. സാറിൻ്റെ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. പ്രചാരണങ്ങൾക്കൊക്കെ ഇറക്കമായി തുടക്കം കുറിക്കുന്നതിന് മുമ്പൊന്നും ഇവിടേക്ക് എത്തിയതാണോ? അതെ. ഞാൻ വിജയപുരം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പം സാറില്ലാത്ത ആദ്യത്തെ ഒരു മത്സരമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് തുടങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണയ്ക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളതാണ്. അതൊരു വിടവ് തന്നെയല്ല. ആ വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇവിടേക്ക് ഓടിയെത്തുന്നത്. അതെ, സാറില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ ഉള്ളൂ, സാറ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രചരണ രംഗത്ത് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. സാറ് കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ സാറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നാണ്. വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് ചെമ്മരപ്പള്ളി വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. അതുതന്നെയാണ് ഓരോ ദിവസവും, അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഇത്തരത്തിലൊരു തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്കൂട്ടനി, അതായത് ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട്. ആ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുമ്പായി തന്നെ പള്ളിയിലേക്കും പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തി കല്ലറയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കൂടുതലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവിടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികളോ മാത്രമല്ല വരുന്നത്, അല്ലാത്ത LDF സ്ഥാനാർത്ഥികൾ പോലും ഈ കല്ലറയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നതാണ്. അതും മറ്റ് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികളെ പോലും ഇവിടേക്ക് എത്തുന്നു. അത് ഉമ്മൻചാണ്ടി സാറിനടുത്തേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും പുതുപ്പള്ളി പള്ളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.